ഈ പരിപാടി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് പിഷാരടി മാത്രമല്ല, ഒരാളും കൂടെ പിഷാരടിയുടെ ഒപ്പം എത്തുന്നു. പറഞ്ഞില്ലായിരുന്നു? അതെ, ഒരു മിനിറ്റ്. പറഞ്ഞില്ലായിരുന്നു? എന്ത് പറഞ്ഞില്ല? ഒറ്റക്കെന്നല്ലേ പറഞ്ഞു എന്തോ ഒരാളും കൂടെ എന്ന് പറഞ്ഞു വരുന്നത്. അല്ല, നമ്മൾ ഈ പരിപാടി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് പിഷാരടി ഒറ്റയ്ക്ക് അവതരിപ്പിക്കുന്ന പരിപാടിയാണ് ഹോം മിനിസ്റ്റർ, കൂടെ വേറെ ആരും ഇല്ല എന്നുള്ളതായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സ്റ്റേജിൽ വെച്ച് വേറെ ഒരാള് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാൻ ഒരു പരിപാടി ആവുമ്പോൾ എനിക്ക് ഫ്രൈഡേ ഫിലിംസ്, അമൃത ടി വി, ഇതൊന്നും എനിക്കറിയില്ല. നമ്മൾ എഗ്രിമെന്റ് ഒപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ടിവിയിൽ 15 വർഷം കൊണ്ട് 1500-ൽ കൂടുതൽ എപ്പിസോഡ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. ആ എന്നോട് നിങ്ങൾ എന്റെ കൂടെ ആരെങ്കിലും ഒരാളായിട്ട് അവതരിപ്പിക്കാനുള്ള പ്ലാനാണ് നടക്കില്ല. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഇതൊക്കെ എഗ്രിമെന്റ് ഒപ്പിടുന്നതിന് മുമ്പ് പറയേണ്ട കാര്യം. ഒരു മണിക്കൂറത്തെ പ്രോഗ്രാം ഒരു ആങ്കറിനെ മാത്രം ഇങ്ങനെ ഒരു ആങ്കറിനെ മാത്രം കണ്ടോണ്ട് എന്തോരം പരിപാടികളിലൂടെ നടക്കുന്നുണ്ട്, എന്തോരം പരിപാടി ചെയ്യുന്നുണ്ട്. ഞാൻ ഒരാളെ 1 മണിക്കൂർ എന്താ പ്രശ്നം എന്താ? ഞാൻ അവതരിപ്പിച്ചാലുള്ള കുഴപ്പം എന്താ? ഇപ്പൊ നിങ്ങൾ ഒരാളെ എത്ര നേരം വെച്ച ആളുകൾ കണ്ടു തുടങ്ങി? നിങ്ങളൊരു തമാശയൊക്കെ പറയാം. ഒരാളുടെ അതെ, ഒരു കാര്യം ഞാൻ പറയാമോ, എന്റെ മുഖത്തിന്റെ എല്ലാ കുഴപ്പങ്ങളും എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ, അതറിയായിരുന്നല്ലോ. ഇപ്പൊ ഓർമ്മപ്പുറത്ത് പെട്ടെന്ന് വന്നിട്ട് ആരെ വിളിക്കണ്ട, അജയനല്ലേ ആരെ വിളിച്ചാലും ഇവിടെ ഒരു കാര്യമില്ല. ഇവിടെ അങ്ങനെ രണ്ടുപേരായിട്ടുള്ള ഒരു അവതരിപ്പിക്കുന്ന പരിപാടിയാണെങ്കിൽ ഈ പരിപാടി മുന്നിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരാളെ വിളിച്ചോണ്ട് വെച്ചിട്ട് അവതരിപ്പിക്കില്ല. അല്ല, ചൂടാവുന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യണം വിജയ് ബാബു? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് റെപ്യൂട്ടേഷൻ ഇല്ല. ഞാൻ എന്താ ഇവിടെ കൂലിപ്പണിക്ക് വന്നിരിക്കുന്നതാണോ? ഒരു വാക്ക് നേരത്തെ പറഞ്ഞമായിരുന്നു. എന്നാ ഈ പരിപാടി എത്ര എപ്പിസോഡ് പോകുന്നുണ്ട്? ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് എന്റെ കൊടുത്തിട്ട് എങ്ങനെ ചെയ്യും? ആരായാലും എന്താന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ പിന്നെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല, ആരെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്? നന്ദിനി. ഓക്കെ, ഓക്കെ. ഞാൻ സാധാരണഗതിയിൽ നമ്മളേതെങ്കിലും പരിപാടിക്ക് മുമ്പ് എന്റെ കൂടെ അവതരിപ്പിക്കാനായിട്ട് ആ ധർമ്മജനെയോ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചാറുണ്ട്. ഇതൊരു പെങ്കൊച്ചല്ലേ? നിങ്ങൾക്ക് തുടക്കത്തിലെ പറഞ്ഞ ഞാൻ ഇത്ര വഴക്കുമല്ലോ ഉണ്ടാക്കുന്നത്. വി ആർ ഫ്രണ്ട്സ്, അവർ അഗ്രിമെന്റ് ഈസ് വാലിഡ്. വിളിക്കട്ടെ? കുട്ടിയെ വിളിച്ചോണ്ടൊരു, ഞാൻ പോയി വിളിച്ചോണ്ട്. വേണ്ട, ഞാൻ വിളിച്ചോളാം. ആണോ? ഇവിടെ നിന്നാ മതി, ഇതിന് സംസാരിക്കാനുണ്ട്. Welcoming Nandini on Tall Style Home Minister. അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എ ബിഗ് ഹായ്. ആക്ച്വലി കുട്ടി ഇവർ രണ്ടുപേരും കൂടി ഈ പരിപാടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കായിരുന്നു. ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് ഒന്ന് ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ പരിപാടിക്കകത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അത് ഞാൻ കേട്ടിരുന്നു കേട്ടോ. ഈ എപ്പിസോഡുകളൊക്കെ തീർന്നു വരെ അതെന്റെ മനസ്സിലും ഇരിക്കും എന്ന്. എല്ലാം ഒരു തമാശയായിട്ട് കാണാനുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാവണം കേട്ടോ. കുട്ടിക്ക് എത്രമാത്രം മാനസിക ധൈര്യം ഉണ്ടെന്ന് പരീക്ഷിക്കായിരുന്നു ഞാൻ. എന്നോടൊപ്പം പിടിച്ചേക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പോണോ? വേണ്ട, ഇവിടെ നിന്നോളൂ. അല്ല, ഇത്രയൊക്കെ പറഞ്ഞല്ലേ, ഞാൻ പോയേക്കാം. വേണ്ട നന്ദിനി, ഇവിടെ നിന്നോളൂ. ഇവിടെ ഈ സാധനങ്ങൾ എടുത്തു കൊടുക്കാനും ഗെയിം നടക്കുമ്പോൾ താഴെ പോണ സാധനങ്ങൾ പെറുക്കി കൊടുക്കാനും ഒന്നും വേറെ ആളില്ല. ഒരാൾ ശക്തമായിട്ട്